ഹലോ ഹായ് നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു ന്യൂസാണ് സുബി സുരേഷിൻ്റെ മരണകാരണം. സുബി സുരേഷിൻ്റെ അമ്മയും സ്റ്റെപ്പ് ഫാദറും പറയുകയുണ്ടായി, ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലമാണ് സുബി മരിക്കപ്പെട്ടതെന്ന്. വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന്. നമ്മളെല്ലാം ഡോക്ടേഴ്സിനെ കാണുന്നത് ദൈവത്തെ പോലെയാണ്, മാലാഖമാരെ പോലെയാണ് നേഴ്സുമാരെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് പല ഹോസ്പിറ്റലിലും ഈ ഒരു മനുഷ്യത്വം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പല ഹോസ്പിറ്റലിലും, എല്ലാ ഹോസ്പിറ്റലിനെയും ഒന്നടങ്കം ഞാൻ പറയുന്നില്ല, ചില സ്ഥലങ്ങളിൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോക്കിയും കണ്ടും വേണം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്നാണ്. സുബിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സുബി. സുബി വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കുട്ടിയാണ്. 18ാമത്തെ വയസ്സിൽ, സുബിയുടെ 18ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും അടി കൂടുന്നുണ്ട്. അച്ഛൻ ഒരുപാട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി ബാഗിൽ വെച്ചിട്ട് വീട്ടിനും വെളിയിലിറങ്ങി സുബി പറയുകയാണ്, വരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണം, നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം അമ്മേ എന്ന് പറഞ്ഞ് അമ്മയും കൊണ്ട് ഇറങ്ങുവാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടിയാണ് 18ാം വയസ്സിൽ അമ്മയോട് പറയുന്നത്, ആൺകുട്ടിയല്ല. അത്രയും തൻ്റെ ഇടം കാണിച്ച ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ സുബി ശത്രുക്കളെ പോലും കണ്ടാൽ അങ്ങോട്ട് കയറി മിണ്ടുന്ന ഒരു വ്യക്തിത്വമാണ്. സുബി ആയാലും കൊല്ലം സുധിയാണെങ്കിലും എല്ലാവരും മരിച്ചത് നമുക്ക് ഇന്നും വിശ്വസിക്കാനാവത്തില്ല. ടിനി ടോമൊക്കെ ഇടപെട്ട് 2.5 ലക്ഷത്തോളം ഡിസ്കൗണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ പിന്നീട് അവരെ നിന്ന് തിരിച്ചു ചോദിക്കാൻ ഇൻഷുറൻസ് ചോദിച്ചപ്പോൾ 27 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സുബി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പാൻക്രിയാസിനും ലിവറിനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കിട്ടത്തില്ല. ആ ഒരു ഇൻഷുറൻസ് ആയിരുന്നു ഇവരെടുത്തത്. വായിച്ചു നോക്കാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പേപ്പേഴ്സ് കൊണ്ടിവർ തരും. നമ്മൾ ആ വിഷമത്തിൽ ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ പിന്നീടാണ് നമുക്ക് പറ്റി ചതി അറിയാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് തോന്നാം, എന്താണ് ഇപ്പം വന്ന് ഈ ഒരു കാര്യം കുടുംബം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതെന്ന്. ഇത്രയും നാൾ അവർ ആ ഒരു ദുഃഖത്തിന്റെ നെള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് അവരൊന്നും ഓക്കെ ആയത്. അപ്പോഴാണ് അവർക്ക് പറ്റിയ ചതികളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കാലത്ത് സുബിയെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഇത്രയും ഒരു ചതി ഉണ്ടാവുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്തുമാത്രം ചതികൾ ഏറ്റുവാങ്ങേണ്ടി വരും? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. സുബിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി, സുബി അവിടെ ട്രീറ്റ്മെന്റിൽ ആയിരുന്നു എന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഈഗോ, മാനേജ്മെന്റിന്റെ ഈഗോ, ഇതൊക്കെയാണ് സുബിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നില്ല, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു ആസ്മ കരളിന് അസുഖം, ഈ 2 പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ നേഴ്സുമാർ കൊടുത്ത മരുന്ന് ബോധപൂർവം കൊടുത്തതാണെന്നാണ് സംശയം. വീണ്ടും ആ രോഗം മൂർച്ഛിക്കാൻ വേണ്ടിയുള്ള മരുന്നാണ് കൊടുത്തിരുന്നത്. സംശയം തട്ടിയ ഇവര് പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യുകയും വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് രോഗം കൂടിക്കൊണ്ടിരിക്കാനുള്ള മരുന്നാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. എന്ത് ലോകമല്ലേ! ഇന്ന് ഹോസ്പിറ്റലുകൾ അറവശാല പോലെ ആയി മാറിയിരിക്കുന്നു. അവർക്ക് ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയും മരണത്തിലേക്ക് തള്ളിവിട്ടാൽ മതി. അവർക്ക് ബിസിനസ് മൈൻഡാണ്. എത്രയും ദിവസം അവിടെ പിടിച്ചു കിടത്താം, അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ മാറിയിരിക്കുന്നു. സുബിയുടെ ഒരു ജീവിത ശൈലി തന്നെയാണ് ഈ ഒരു രോഗത്തിലേക്ക് തള്ളിവിട്ടത്. സുബി ഒരിക്കലും സ്വന്തം ശരീരം നോക്കിയിരുന്നില്ല. അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ഗുളിക കിട്ടിക്കഴിഞ്ഞാൽ ഗുളിക കഴിക്കില്ല. അത് അമ്മ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരിക്കലും ഗുളിക കഴിക്കാറില്ല, കറക്റ്റ് ഫുഡ് കഴിക്കാറില്ല. പ്രൊഫഷനോടുള്ള അതിയായ ആത്മാർത്ഥത, സ്നേഹം. ഈ മരിക്കുന്നതിന് മുന്നേ തന്നെ പാലക്കാട് ഒരു ഫംഗ്ഷന് പങ്കെടുത്തു. അന്ന് മഞ്ഞപ്പിത്തമായിരുന്നു. സുബിക്ക് മഞ്ഞപ്പിത്തം വന്നു, കൊറോണ സമയത്ത് ശ്വാസം മുട്ടൽ വന്നു. പല അസുഖങ്ങൾ വന്നാലും സ്വന്തം ശരീരം നോക്കുന്നതിൽ വളരെ പിൻപോട്ടായിരുന്നു.
അതിയായ കുടുംബസ്നേഹം. പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യുമ്പോഴും അതെങ്ങനെ ചെയ്തു തീർക്കണം എന്ന ഒരു ചിന്ത മാത്രമായിരുന്നു സുബിക്ക്. പാലക്കാട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴും മഞ്ഞപ്പിത്തം ബാധിച്ച സമയത്തായിരുന്നു ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് അവിടെ വെച്ച് ആ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നീട് ശരീരം കുഴഞ്ഞ് പിന്നെ നേരെ സംസാരിക്കാൻ പോലും പറ്റാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പം നമ്മൾ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ശരീരം നോക്കിയാലേ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ചിന്ത സുബിയിൽ ഒട്ടുമേ ഇല്ലായിരുന്നു. പറഞ്ഞു വന്നത്, സുബിയെ പോലുള്ള സെലിബ്രിറ്റിക്ക് ഇത്രയും ചതി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ സാധാരണ മനുഷ്യർ എന്തായിരിക്കും അവസ്ഥ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ അസുഖം വരുമ്പോൾ നോക്കിയും കണ്ടും ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും. എങ്ങനെ ആയാലും സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് സുബി. ആ ഒരു വിടവ് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനും നികത്താൻ പറ്റില്ല. അത്രയ്ക്കും ഒരു ചിരിക്കുടുക്ക തന്നെയായിരുന്നു സുബി. ആ ഒരു ഓർമ്മയുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.